നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും KS മെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, LDCക്ക് ആണെങ്കിലും ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ഒക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒറ്റപ്പദം. ഈ എന്താണ് ഒറ്റപ്പദം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഒറ്റപ്പദത്തെ പറയാം. അതായത് മലയാളത്തിലുള്ളത് തന്നെയായ ഒറ്റപ്പദങ്ങൾ ഉണ്ടാവാം, സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് എടുത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് കാണാതെ പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ മലയാളത്തിലുള്ളതാണ്, അതിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ കുറച്ച് ടിപ്സാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് എങ്ങനെയൊക്കെ മാറ്റി എഴുതാൻ കഴിയുമെന്ന് നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തോന്നാവുന്ന അല്ലെങ്കിൽ തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ഒറ്റപ്പദം എന്താണ്? ഒറ്റപ്പദം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഒരു കൂട്ടം വാക്കുകളുടെ ആശയത്തെ ഒരുമിച്ചാക്കുക. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വാക്കുകളെ എന്ത് ചെയ്യാണ്? കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന, അതിൻ്റെ ആശയങ്ങളെ കൂട്ടിച്ചേർക്കുക. വാക്കുകളെ കൂട്ടിച്ചേർക്കുക എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കൂട്ടെഴുത്ത് അല്ലെങ്കിൽ ചേർത്തെഴുതുക എന്ന് പറയുന്ന പദമാണ്. അതല്ല ഒറ്റപ്പദം. ആശയങ്ങളെ കൂട്ടിച്ചേർത്തെടുക്കുക. രണ്ടോ മൂന്നോ പദങ്ങളുടെ ആശയങ്ങളെ കൂട്ടിച്ചേർത്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറ്റപ്പദം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, നമുക്കറിയാം മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്വരാക്ഷരങ്ങളിലെ ഇ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതും എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതും, അതായത് ഇ അല്ലെങ്കിൽ എ എന്ന സ്വരമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വാക്കിന്റെ ആദ്യ അക്ഷരം ഇ അല്ലെങ്കിൽ ഏതാ എ ഉണ്ടെങ്കിൽ ആ വാക്കിനെ സംബന്ധിക്കുന്ന ഒറ്റപ്പദം എന്താണ്, എന്തിലേക്കാണ് ആക്കേണ്ടത് എന്നുള്ളതാണ്. ഇതാ കൊടുത്തിട്ടുണ്ട്. ഈ എ എന്ന സ്വരം മാറ്റി നമുക്ക് അവിടെ എന്ത് ചേർക്കാം? ഐ ചേർക്കാം. മറന്നു പോകരുത്. ഈ എന്ന് പറയുന്ന സ്വരമാവാം, എ എന്ന് പറയുന്ന സ്വരമാവാം. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഐയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ മാറാം, അല്ലെങ്കിൽ എ മാറ്റി നമുക്ക് അവിടെ എന്തിലേക്ക് ആഡ് ചെയ്യാം? ഐ എന്ന് പറയുന്ന സ്വരത്തിൽ നമുക്ക് ആ വാക്കുകൾ ആഡ് ചെയ്യാം. എന്നിട്ട് എന്താണോ അതിന് ശേഷമുള്ളത് അതതുപോലെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒടുവിൽ ചേർക്കേണ്ടത് ഒന്നുകിൽ ചേർക്കാം, അല്ലെങ്കിൽ യം ചേർക്കാം, അല്ലെങ്കിൽ കം ചേർക്കാം, അല്ലെങ്കിൽ വം ചേർക്കാം. ആ വാക്കിന്റെ ഭംഗിക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ വാക്കിന്റെ കൃത്യമായ അർത്ഥത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇവന്മാരിൽ ആരെയെങ്കിലും എന്ത് ചെയ്യാം? അവസാനിപ്പിക്കുന്ന സ്വരങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഒന്നുകിൽ ആവാം, അല്ലെങ്കിൽ യമ്മാവാം, അല്ലെങ്കിൽ കമ്മാവാം, അല്ലെങ്കിൽ വമ്മാവാം. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്താണ്? ഒരു വാക്കിന്റെ ആദ്യ അക്ഷരം ഇ അല്ലെങ്കിൽ എ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. എന്താണ്? തുടക്കം ഐയിലായിരിക്കണം. എന്നിട്ട് ആ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതിയതിന് ശേഷം ഒടുവിൽ എന്ത് ചെയ്യാം? യം കം വം ഇതിലേതെങ്കിലും ആഡ് ചെയ്യാം. നോക്കിയേ, ഇതിഹാസം എന്താ കൊടുത്തിരിക്കുന്നത്? ഈ എന്ന് പറയുന്ന സ്വരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതിഹാസം എന്താക്കി മാറ്റി? ഐതിഹാസികം. നമ്മൾ എന്താ ചെയ്തത്? ഐ ആഡ് ചെയ്തു. ഇവിടെ എന്താ ചെയ്തത്? ഇതിഹാസത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഐ ആഡ് ചെയ്തു. ഐയിലാണ് തുടങ്ങിയത്. ബാക്കി നോക്കിയേ, തിഹാസം, തിഹാസ അതുപോലെ എഴുതി. എന്നിട്ട് നമുക്കിവിടെ എന്താണ് ചേർക്കേണ്ടത്? കം ചേർക്കുക. ഐതിഹാസികം. ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം. ഇതിഹാസത്തെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐതിഹാസികം. എന്തുകൊണ്ട് ഐതിഹാസികം വന്നു? ഈ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിൽ തുടങ്ങിയിരിക്കുന്ന വാക്ക് ഈ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഐ ആക്കി മാറ്റുന്നു. ഈ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഐ ആക്കി മാറ്റുന്നു. ഐതിഹാസികം ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വൺ, ഇഹം. ഇഹത്തെ സംബന്ധിച്ചത് സ്റ്റാർട്ടിങ് ഏത് ശബ്ദമാണ്, ഏത് സ്വരമാണ്? ഈ. എന്തിലേക്ക് മാറ്റണം? ഐഹികം. എന്താക്കുന്നു? ഐഹികം. അവസാനത്തെ അക്ഷരം, അതായത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുസ്വാരം ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട എന്താണ്? കം അല്ലെങ്കിൽ അല്ലെങ്കിൽ വം അല്ലെങ്കിൽ യം. ഇവിടെ എന്ത് ചേർത്തു? നമ്മൾ കം ചേർത്തു. ഐഹികം. ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തിലേക്ക് മാറ്റി? ഐന്ദ്രജാലികം. ഐന്ദ്രജാലികമായിട്ട് മാറ്റി. ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഐന്ദ്രജാലികം. ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം. നിരാശ, നീ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത്
ഇതാ നിങ്ങൾ നോക്കിയേ, സ്വരാക്ഷരങ്ങളിലെ ഈ സ്വരാക്ഷരങ്ങളിൽ ഈ അക്ഷരം വന്നു അല്ലെ. ഈ സ്വരാക്ഷരങ്ങളെ വ്യഞ്ജനത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ, ഇപ്പോ എക്സാമ്പിൾ നമ്മളിപ്പോ പറയാണ് ഈ എന്ന് പറയുന്ന സ്വരാക്ഷരം അല്ലെ, ഈ എന്ന് പറയുന്ന സ്വരാക്ഷരമാക്കിയപ്പോ നമ്മള് വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ നമ്മൾ ഈ ചേർത്താൽ ശ്രദ്ധിക്കുക, നോക്കുക, രാ എന്ന് പറയുന്ന അക്ഷരം, അതിനോടൊപ്പം നമ്മൾ എന്ത് ചേർത്തു, ഈ ചേർത്തിട്ട് നമ്മൾ ഒരിക്കലും രായി എന്ന് എഴുതുകയില്ല. നമ്മൾ എങ്ങനെ എഴുതത്തുള്ളൂ, രി, അവിടെ ഒരു രി ചില്ലക്ഷരം ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, രി എന്ന് എഴുതത്തുള്ളൂ. അതുപോലെയാണ് ഇവിടെ നോക്കിയേ, നായയുടെ കൂടെ ഈ ചേർത്ത് നീ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഈ എന്ന് പറയുന്ന സ്വരം, ഈ എന്ന് പറയുന്ന സ്വരം, ആ സ്വരാക്ഷരം ഒരു വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ആകുമ്പോൾ അത് എന്തായിട്ട് മാറും, ഒരു ചില്ലക്ഷരമായി നീ എന്ന് പറയുന്ന അക്ഷരത്തിലേക്ക്, സ്വരത്തിലേക്ക് വന്നു. നിരാശ, നിരാശയുടെ ഭാവം അല്ലെങ്കിൽ നിരാശയെ സംബന്ധിക്കുന്നത് നൈരാശ്യം. അതേപോലെ തന്നെ നീ എന്ന് പറയുന്നത്, അതായത് ഈ എന്ന് പറയുന്ന സ്വരം എന്തായിട്ട് മാറി, ഐ ആയിട്ട് മാറി. നിരാശ എന്തായിട്ട് മാറും, നൈരാശ്യം. നിരാശയെ സംബന്ധിക്കുന്നത് നൈരാശ്യം. വിമാനം, വായുടെ കൂടെ ഈ ചേർത്ത് വി, വിമാനത്തെ സംബന്ധിക്കുന്നത് വൈമാനികം. വിമാനത്തെ സംബന്ധിക്കുന്ന, വിമാനവുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരാളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിമാനവുമായി ബന്ധപ്പെട്ടവൻ എന്നൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വൈമാനികൻ. ഇവിടെ വിമാനവുമായി ബന്ധപ്പെട്ടത് വൈമാനികം. വൈമാനികം, വി വൈ ആയി കം കൂടെ ചേർത്ത് വൈമാനികമാക്കി എഴുതി. ഓക്കെ. പിശാജ്, പിശാചിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ പിശാചുമായി ബന്ധപ്പെട്ടത് പൈശാചികം. പി എന്തായി മാറി, പൈ ആയിട്ട് മാറി, പൈശാചികം. പി എന്തായിട്ട് മാറി, പൈ ആയിട്ട് മാറി, പൈശാചികം. നീ, നായുടെ കൂടെ വീണ്ടും നമ്മൾ ആദ്യത്തെ നിരാശ പറഞ്ഞതുപോലെ തന്നെ ഈ ആഡ് ചെയ്തു, നീ. നിർമ്മലം, നൈർമല്യം. നിർമ്മലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിർമ്മലമായവ എന്താണ്, നൈർമല്യം, നൈർമല്യമായിട്ട് മാറുന്നു. അടുത്ത അതുപോലെ തന്നെയാണ് കുറച്ച് എക്സാമ്പിൾസിലുള്ളതാണ് ഷി. ഷായുടെ കൂടെ ഈ അക്ഷരം അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന സ്വരം ചേർത്ത് ഷി. ഷി ചേർത്തപ്പോൾ എന്താക്കി മാറ്റി, ഇവിടെയും ഷി എന്തായി, ഷൈ. അതുപോലെ തന്നെ ആ ഈ അക്ഷരം എന്താ, ഈ സ്വരം എന്തായിട്ട് മാറി, ഐ ആയിട്ട് മാറി. ശിശു, ശൈശവം. ശിശുവിനെ സംബന്ധിച്ചത് ശൈശവം, ശിശുവിനെ സംബന്ധിച്ചത് ശൈശവം. വിധവ, വൈധവ്യമായിട്ട് മാറി. വിധവയെ അല്ലെങ്കിൽ വിധവയുടെ അവസ്ഥ എന്താണ്, വൈധവ്യം അല്ലെ. വിധവയുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നതാണ് എന്ത്, വൈധവ്യം. സേന, സേന. അപ്പൊ എ പറയുന്നത് പോലെ തന്നെ എ പറഞ്ഞാലും അതുപോലെ തന്നെ സേ, സായുടെ കൂടെ എ ചേർത്ത് സേ. സൈനികം, ഒരു കാര്യം ശ്രദ്ധിക്കുക, സേനയുമായി ബന്ധപ്പെട്ടത് സൈനികമാണ് ശരി, സൈന്യം എന്ന് പറയരുത്. കാരണം സൈന്യം നമുക്ക് ഓപ്ഷന് തരും. സൈന്യവും സേനയും ഒന്ന് തന്നെയാണ്, ഒരേ ഫോമിൽ വരുന്ന അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. സൈനികമാണ്, സേനയുമായി ബന്ധപ്പെട്ടത് സൈനികം. വേദം, വേദവുമായി ബന്ധപ്പെട്ടത് വൈദികം, വേദവുമായി ബന്ധപ്പെട്ടത് വൈദികം. ചേതന, ചൈതന്യം. കേവലം എന്തായിട്ട് മാറും, കൈവല്യം. അപ്പൊ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മലയാളത്തിലുള്ള ഒറ്റപ്പദങ്ങൾ, മലയാളത്തിലുള്ള അതേ പദങ്ങളെ തന്നെ, മലയാളത്തിലുള്ള പദങ്ങളെ തന്നെ ഒറ്റപ്പദമാക്കുമ്പോഴുള്ള ടിപ്പാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ചേർത്താലോ എ ചേർത്താലോ ഉണ്ടാകുന്ന മാറ്റം എന്തിലേക്ക് മാറണം, ഐയിലേക്ക് മാറുന്നു. അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരവും ചെയ്തത്. കേവലം എന്തായിട്ട് മാറി, കൈവല്യമായി. ചേതന എന്തായിട്ട് മാറി, ചൈതന്യമായി മാറി. അതുപോലെ തന്നെ വേദം എന്തായിട്ട് മാറി, വൈദികമായിട്ട് മാറി. അതുപോലെ സേന സൈനികമായിട്ട്. അത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഈ മാറുന്നു ഐ ആകുന്നു, എ മാറുന്നു ഐ ആകുന്നു. അതുപോലെയുള്ള രണ്ട് സ്വരങ്ങളാണ് ഊ എന്ന് വന്നാലും ഓ എന്ന് വന്നാലും. ഊ എന്ന് വന്നാലും ഓ എന്ന് വന്നാലും എന്തിലേക്ക് മാറുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ എന്ന സ്വരവും എ എന്ന സ്വരവും എന്തിലേക്ക് മാറ്റുന്നു, ഐയിലേക്ക് മാറ്റുന്നതാണ് പറഞ്ഞത്. അടുത്ത പറയാൻ പോകുന്നത് എന്തുവാ, ഊവും ഓയും എന്തിലേക്ക് മാറ്റാം. ഊ എന്ന സ്വരവും ഓ എന്ന് പറയുന്ന സ്വരത്തിലും തുടങ്ങുന്ന വാക്കുകളെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു. ഉദ്യോഗവുമായി ബന്ധപ്പെട്ടത് അവിടെ എന്താക്കണം, ഔ ആക്കണം. അപ്പൊ ഊ വന്നാലും ഓ വന്നാലും ഔ ആക്കണം. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഊനെയാണ് നമ്മൾ ഔ ആക്കുന്നത്, ഓയെയാണ് നമ്മൾ ഔ ആക്കുന്നത്. അപ്പൊ ഊ എന്നുള്ളത് മാറി ഉദ്യോഗം എന്നുള്ളത് എന്തായിട്ട് മാറും? ഔദ്യോഗികമായിട്ട് മാറി. ഉദ്യോഗം എന്നുള്ളത് എന്തായിട്ട് മാറി? ഔദ്യോഗികമായിട്ട് മാറി. ഉപചാരത്തെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഉപചാരവുമായി ബന്ധപ്പെട്ടത് ഔപചാരികം. ഔപചാരികം അല്ലെ? ഉപചാരം ഔപചാരികം. ഉചിതം ഔചിത്യം. ഉചിതം ഔചിത്യം. പുരാണം എന്തായിട്ട് മാറും? പൗരാണികം. പുരാണവുമായി ബന്ധപ്പെട്ട കാലം ഒക്കെ നമുക്ക് എന്ത് പറയാം? പൗരാണിക കാലം. പുരാണവുമായി ബന്ധപ്പെട്ട കാലം പൗരാണിക കാലം. പുരാണം പൗരാണികം. അതുപോലെ തന്നെയാണ് ദൂതന്റെ പ്രവൃത്തി, ദൗത്യം. ദൂതന്റെ പ്രവൃത്തി ദൗത്യം. ദൂതന്റെ പ്രവൃത്തി എന്തായിട്ട് മാറും? ദൗത്യമായിട്ട് മാറുന്നു. സുഖം, സായുടെ കൂടെ ചേർത്ത് സുഖം, സൗഖ്യം. സുഗന്ധം, സൗഗന്ധികം. ഗുരുവുമായി ബന്ധപ്പെട്ട, അപ്പൊ ഗുരുവാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുരുവുമായി ബന്ധപ്പെട്ടതെന്നായിരിക്കില്ല ചോദ്യം. ഗുരുവിന്റെ ഭാവം. ഗുരുവിന്റെ ഭാവം അത് നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഗുരുവിന്റെ ഭാവം എന്താണ്? ഗൗരവമാണ്. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഗൗരവം. ഗുരുവിന്റെ ഭാവം ഗൗരവം. കോസലം, കോസലത്തെ അല്ലെങ്കിൽ കോസലത്തിൽ ജനിച്ചവൾ, അതാണ് ആര്? കൗസല്യ. കോസലത്തിൽ ജനിച്ചവൾ കൗസല്യ എന്ന് നമുക്ക് പറയാം. അടുത്ത അക്ഷരങ്ങൾ നമ്മൾ ഈ പറഞ്ഞു, എ പറഞ്ഞു. അടുത്തത് പറയാൻ പോകുന്നത് എന്താ? ആയും റ്. ആ വന്നു കഴിഞ്ഞാൽ റ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ വന്നാലോ റ് വന്നാലോ, ചില്ലക്ഷരങ്ങൾ ഒന്നുമില്ലാതെ വ്യഞ്ജനങ്ങൾ വന്നാലോ, ചില്ലക്ഷരങ്ങളുള്ളത് നമ്മൾ പറഞ്ഞു, ഈ വന്നു, ഊ വന്നു, ഓ വന്നു ഒക്കെ പറഞ്ഞു. ചില്ലക്ഷരങ്ങൾ ഒന്നുമില്ലാതെ വ്യഞ്ജനങ്ങൾ വന്നാലോ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘിപ്പിക്കണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരീരം എന്തായിട്ട് മാറും? ശാരീരമായിട്ട് മാറും. ശരീരവുമായി ബന്ധപ്പെട്ട ശാരീരികം. ശാരീരികം. മനസ്സുമായി ബന്ധപ്പെട്ടത് മാനസികം. അടുത്തത് സ. അപ്പോ പറയുന്നത് എന്താണ്? ആ എന്നുള്ള അക്ഷരവും റ് എന്നുള്ള സ്വരവും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ ഇല്ലാതെ വരുന്ന വ്യഞ്ജനാക്ഷരങ്ങളുമാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടി വരും? അതിനെ ദീർഘിപ്പിക്കണം അല്ലെ? അതിനെ ദീർഘിപ്പിക്കണം. ശരീരം എന്നുള്ളത് എന്തായിട്ട് മാറും? ശാരീരികം. ശരീരവുമായി ബന്ധപ്പെട്ടത് ശാരീരികം. മനസ്സുമായി ബന്ധപ്പെട്ടത് മാനസികം. സങ്കല്പവുമായി ബന്ധപ്പെട്ടത് സാങ്കല്പികം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത് പാരിസ്ഥിതികം. ഭരതന്റെ നാട് എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് എന്ത്? ഭാരതം. ഭരതൻ എന്നുള്ള രീതിയിലാണ് ഭാരതൻ എന്ന് വന്നപ്പോൾ എന്തായി? ഭാരതം. അതുപോലെ തന്നെ ശകുന്തളയുമായി ബന്ധപ്പെട്ടത് ശാകുന്തള അല്ലെ? ശകുന്തളയുമായി ബന്ധപ്പെട്ട കൃതിയാണ് എന്ത്? ശാകുന്തളം എന്ന് പറയുന്നത്. ശകുന്തളയുമായി ബന്ധപ്പെട്ടത് ശാകുന്തളം. ധന്വന്തരിയെ സംബന്ധിച്ചത് ഇവിടെ നോക്കിയ ദ എന്ന് പറയുന്ന അക്ഷരം, ഇവിടെ എന്തില്ല? ചില്ലക്ഷരമില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വ്യഞ്ജനാക്ഷരം മാത്രം. അപ്പൊ ധ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ധാൻവന്തരം. ധന്വന്തരിയെ സംബന്ധിച്ചത് എന്താക്കി? ധാൻവന്തരം എന്നാക്കി. അതുപോലെ തന്നെ ലളിതം, ലാളിത്യം. അതുപോലെ തന്നെ സരളമായത് സാരല്യം. അതുപോലെ തന്നെ തത്വത്തെ സംബന്ധിക്കുന്നത് താത്വികം. തർക്കത്തെ സംബന്ധിക്കുന്നത് താർക്കികം. അഞ്ജനം അല്ലെ? അതിനെ എന്തായിട്ട് മാറ്റാം? ആഞ്ചനമായിട്ട് മാറാം. അഞ്ജനം എന്നുള്ളത് എന്താവും? ആഞ്ചനമായിട്ട് മാറും. ഇനി നമ്മൾ ആ പറഞ്ഞു, വ്യഞ്ജനാക്ഷരം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റ് വന്നാൽ എന്താണ് എന്നുള്ളതാണ്. റ് വന്നാൽ അതിന്റെ മുന്നേ ദീർഘിപ്പിച്ച് ഇർ എന്ന ചില്ലക്ഷരം ചേർക്കും. അപ്പം ആ വന്നാലും ഇറ് വന്നാലും വ്യഞ്ജനം വന്നാലും ദീർഘിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇറിന് മാത്രം ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, റ് വന്നു കഴിഞ്ഞാൽ ഇറിന് മുന്നിലാണ് എന്ത് ചെയ്യേണ്ടത്? ദീർഘിപ്പിക്കേണ്ടത്. ഇറിന് ശേഷം ദീർഘിപ്പിക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അതിന് ശേഷം ദീർഘിപ്പിക്കുക. ആ വന്നു കഴിഞ്ഞാൽ ആ എന്നാക്കുന്നു. ഇപ്പൊ കായാണ് വ്യഞ്ജനാക്ഷരം, കായ എന്നാക്കുന്നു എന്നുള്ള പറഞ്ഞു. എന്നാൽ ഇവിടെ റ് ആണ് വരുന്നതെങ്കിൽ, ഇർ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് അല്ലെങ്കിൽ ആ സ്വരമാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ മുന്നേ ദീർഘിപ്പിച്ച് ആറ് ചേർക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. LDC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് 6/6/2014 ചോദിച്ചു. ഒരൊറ്റ ചോദ്യ പേപ്പറിലുള്ള കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പരീക്ഷകൾക്ക് ഋഷിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. എന്താ ചെയ്തത്? ദീർഘിപ്പിച്ചു.
നോക്കിയാൽ അറിയാം നമ്മൾ എന്താ ചെയ്തത്. റ് എന്നുള്ളത് ആ എന്ന് ദീർഘിപ്പിച്ചതിന് ശേഷം രണ്ടാമത് എന്ത് ചെയ്തു, ഇർ എന്ന് പറയുന്ന ചില്ലക്ഷരം അല്ലെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു. ആയുടെ കൂടെ എന്ത് ചെയ്തു, ആ ദീർഘിപ്പിച്ചതിന് ശേഷം ചേർത്തു. നെക്സ്റ്റ് വൺ ഋതു അല്ലെ. ഋതുവിനെ സംബന്ധിച്ചത് മന്ത്ലി അല്ലെങ്കിൽ മാസം തോറും എന്നുള്ളതാണ് ഋതു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഋതുവിനെ സംബന്ധിച്ചത് ആർത്തവം. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വാക്കാണ് ഈ ആർത്തവം. എന്താണ്, ഋതുവിനെ സംബന്ധിച്ചതാണ് ആർത്തവം. മാസം തോറും കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഋതുവിനെ സംബന്ധിച്ചത് എന്ന് പറയുന്ന ആ വേർഡ് ആർത്തവമായിട്ട് മാറുന്നത്. അടുത്തത് കൃഷി. കായുടെ കൂടെ ചേർത്ത് എന്ന് വന്നു. കാർഷികം. കൃഷിയെ സംബന്ധിച്ചത് കാർഷികം. കൃഷിയെ സംബന്ധിച്ചത് കാർഷികം. എന്ന് പറയുന്നത് കായുടെ കൂടെ എന്ത് ചേർത്തു, വന്നു, കാർഷികം. ഋജുവായ ഭാവം. ഋജുവായ ഭാവം എന്താണ്, ആർജവം. ദീർഘിപ്പിച്ചു, ആഡ് ചെയ്തു. ഋജുവായ ഭാവം എന്താണ്, ആർജവം. അടുത്തെന്താണ്, ഗൃഹം. ഗൃഹത്തെ സംബന്ധിച്ചത് എന്താണ്, ഗാർഹികം. ഗായുടെ കൂടെ ചേർത്ത് വന്നു. നമ്മൾ അപ്പുറത്ത് എന്ത് ചെയ്തു, എന്ന് നീട്ടി ആരെയും കൂടെ ആഡ് ചെയ്തു, കൂടെ ആഡ് ചെയ്തു. ഇതാണ് ഇറിനെ സംബന്ധിക്കുന്നതായ കാര്യം. ഇറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറയുന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ അക്ഷരം നമ്മൾ ദീർഘിപ്പിക്കുക. അതായത് ചേർത്തതിന് ശേഷം അതിനോടൊപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കുക, എന്നിപ്പോ നമ്മൾ ഇന്നുവരെ പറഞ്ഞ എന്താണ്, എന്ന് പറഞ്ഞ അക്ഷരം വന്നു, അവിടെ ഋഷി വന്നപ്പോ ചേർത്ത് എഴുതി. എന്നാൽ ഇവിടെ നോക്കിയേ, കായുടെ കൂടെ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെയാണ് ആര് വന്നത്, വന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ആ വ്യഞ്ജനാക്ഷരത്തിനെ നീട്ടി കാ എന്ന് ചേർത്ത് ചേർത്തു. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അടുത്തത് ഉപസർഗം എന്ന് പറയും. ഉപസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയവൻ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കുക, കുടുംബത്തോടു കൂടി. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ അവിടെ കൂടെ ചേർത്ത് പറയും. കുടുംബത്തോടു കൂടി കുടുംബം, സ്നേഹത്തോടു കൂടി സസ്നേഹം, വിനയത്തോടു കൂടി വിനയം. മനസ്സിലായോ? അപ്പോൾ ഉപസർഗം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തോടു കൂടി, കുടുംബത്തോടു കൂടി കുടുംബം, പരീക്ഷണത്തോടു കൂടി പരീക്ഷണം, വിനയത്തോടു കൂടി വിനയം, വിദ്വേഷത്തോടു കൂടി വിദ്വേഷം, സൂക്ഷ്മതയോടുകൂടി സൂക്ഷ്മം, അർത്ഥത്തോടു കൂടി സാർത്ഥകം. അപ്പോ ഇതെല്ലാം എന്താണ്, ഉപസർഗങ്ങൾ എന്ന് പറയും. ഈ ഉപസർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം, കൂടിയത്, അതായത് കുടുംബത്തോട് കൂടിയത്, സ്നേഹത്തോട് കൂടിയത്, വിദ്വേഷത്തോട് കൂടിയത്, വിനയത്തോട് കൂടിയത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിന് ഉപസർഗങ്ങൾ എന്ന് പറയും. അതിനോടൊപ്പം നമ്മൾ എന്ത് ചേർത്ത് എഴുതാൻ മതി, ചേർത്ത് എഴുതുന്നു. സ്നേഹത്തോടു കൂടി സസ്നേഹം, വിനയത്തോടു കൂടി സവിനയം, കുടുംബത്തോടു കൂടി കുടുംബം, വിദ്വേഷത്തോടു കൂടി വിദ്വേഷം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഉപസർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഇത്രയും നേരം പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്ത് നോക്കുക, കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്ത് നോക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ജൻ, ജം, ജ. ജനിച്ചവൻ, ജനിച്ചവൾ, ജനിച്ചത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ജനിച്ചവൻ, ജനിച്ചവൾ, ജനിച്ചത്, അതാണ് ഈ ജം. അതായത് അവസാനിക്കുന്നത് ജന്നിലും ജമ്മിലും ജായിലുമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം. ആത്മജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജൻ പൂർണ്ണ രൂപമാണ് ആത്മാവിൽ ജനിച്ചവൻ. ആത്മാവിൽ ജനിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, അവസാനം ആരെ ചേർക്കണം, ജന്നാണ് ചേർക്കേണ്ടത്. ആത്മാവിൽ ജനിച്ചവൻ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ജന്നിൽ അവസാനിപ്പിക്കണം. ജൻ എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ, ആത്മജൻ. ആത്മാവിൽ ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്, മകനെയാണ് പറയുന്നത് ആത്മാവിൽ ജനിച്ചവൻ. അഗ്രജൻ, ആദ്യം ജനിച്ചവൻ, മൂത്തവൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് അഗ്രജൻ. ആദ്യം ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അഗ്രജൻ. ആദ്യം ജനിച്ചവൻ എന്താണ്, അഗ്രജൻ. അവസാനം എന്താണ്, ജന്നിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ജനിച്ചവൻ അഗ്രജൻ. പിന്നാലെ ജനിച്ചവൻ, അതിനെ പറയുന്ന പേരാണ് അനുജൻ. പിന്നാലെ ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും, അനുജൻ. പിന്നാലെ ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അനുജൻ. ജലജത്തിൽ ജനിച്ചവൻ, ജലജത്തിൽ. അപ്പോ ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചവനാണ്, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചവൾ എന്നാണ് അർത്ഥം. ജ എന്നാണെങ്കിൽ ജനിച്ചവൾ. ജലജ എന്താ അർത്ഥം, ജലത്തിൽ ജനിച്ചവൾ എന്നല്ല അർത്ഥം, ജലജത്തിൽ ജനിച്ചവൾ എന്നാണ് അർത്ഥം. അതായത്
ജലജത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ജലജത്തിൽ ജനിക്കുക, താമര. ജലജത്തിൽ ജനിക്കുക, താമരയിൽ ജനിച്ചവൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജലജത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ താമരയിൽ ജനിച്ചവൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജലജത്തിൽ ജനിച്ചവൾ. ഹിമജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമവാനിൽ ജനിച്ചവൾ. ഹിമജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമവാനിൽ ജനിച്ചവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കണം? ഹിമജ. അതുപോലെ തന്നെ പങ്കത്തിൽ ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പങ്കജം. പങ്കത്തിൽ ജനിച്ചത് ചെളിയിൽ ജനിക്കുക. ചെളിയിലാണ് താമരപ്പൂ ജനിക്കുക. പങ്കജം എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. ചെളിയിൽ ജനിച്ചതെന്ന് അർത്ഥം വരുന്നതാണ്. പങ്കത്തിൽ ജനിച്ചത് എന്താണ്? പങ്കജം. പങ്കത്തിൽ ജനിച്ചതാണ് പങ്കജം. ജലത്തിൽ ജനിച്ചത് ആര്? ജലജം. ജലജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ്. അതുകൊണ്ടാണ് ജലജ എന്ന് പറയുന്നത്. ജലജത്തിൽ ജനിച്ചവൾ, താമരയിൽ ജനിച്ചവൾ. മഹാലക്ഷ്മിയും സരസ്വതിയൊക്കെ നമ്മൾ പറയാറുണ്ട് താമരയിൽ ജനിച്ചവൾ. അപ്പൊ ജലജത്തിൽ ജനിച്ചവൾ, അതാണ് എന്ത്? ജലജ. ജലത്തിൽ ജനിച്ചത് ജലജമാണ്. ജലജം മാറിപ്പോരുത്. ഇത് രണ്ടും നമുക്ക് ഓപ്ഷനായിട്ട് തന്നിരിക്കും. മാറിപ്പോവാതിരിക്കാനാണ് പറയുന്നത്. ജലത്തിൽ ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലജം. ജലജത്തിൽ ജനിച്ചത് ജലജ. അത് ഗുരുവിന്റെ ഭാവം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഗുരുവിന്റെ ഭാവം എന്നുള്ളത് ഇതിനിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് PYക്ക് പണ്ട് ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് മുമ്പ് ചോദിച്ച ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ട്. ഗുരുവിന്റെ ഭാവം ഗാംഭീര്യമാണോ, ഗൗരവമാണോ, ഗംഭീരമാണോ, ഗൗരവമാണോ എന്നാണ് ഉത്തരം. ഗൗരവമാണ്. ഗുരുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഗൗരവമാണ് ആൻസർ. ഗുരുവിന്റെ ഭാവം ഗൗരവം. നമ്മൾ പറഞ്ഞതാണ് ചേർത്ത് കഴിഞ്ഞാൽ എന്താവണം? ആവണം. അപ്പം ഗുരുവിന്റെ ഭാവം എന്താണ്? ഗൗരവം. പറയുന്ന ആൾ എന്നാണ് പറയുന്നത്. പറയുന്ന ആൾ എന്താണ്? വക്താവ്. പറയുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്താവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറയുന്ന ആൾ വക്താവ്. അടുത്തത് സൃഷ്ടി നടത്തുന്നവൻ. ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത് ഏത് എന്നാണ് അർത്ഥം. സൃഷ്ടാവ്, 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 സൃഷ്ടാവ്. ഇത് കൊടുത്തിരിക്കുന്നത് അക്ഷരങ്ങളെ മാത്രമേ ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുള്ളൂ. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സൃഷ്ടാവാണ് ശരി. സൃഷ്ടാവ് ഇതാണ് ശരി. എന്താണ്? സൃഷ്ടി നടത്തുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഇതെടുത്ത് എഴുതരുത്. സൃഷ്ടാവ് ഇതാണ് ശരി. അടുത്തത് നടക്കാൻ പ്രയാസമുള്ള വഴി. നടക്കാൻ പ്രയാസമുള്ള വഴി എന്നുള്ളത് ഒറ്റപ്പദമാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതാണ് എന്ന് ചോദിക്കും. ദുർഘടമായത് എന്നർത്ഥം വരുന്ന ദുർഘടമായ വഴി എന്നാണ് അർത്ഥം. അത് ദുർഗപദമാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പദം ദുർഗപദമാണ്. അടുത്തത് അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്നത് ആരെന്നാണ് ചോദിക്കും. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആതിഥേയനാണ്. ഓപ്ഷൻ ഡി ആണ്. ആതിഥേയൻ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ എന്നുള്ളത് ഇവിടെ നോക്കിയേ. നമ്മൾ എന്താ പറഞ്ഞത്? വന്നാലും വന്നാലും എന്ത് ചെയ്യും? നീട്ടി പറയണം, ദീർഘിപ്പിക്കണം. ആതിഥേയൻ എന്നായിട്ട് മാറും. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്ഷരം, അക്ഷന്തവ്യം, അക്ഷോഭ്യം, അസഹനീയം. ഇതിലെന്താണ്? അക്ഷന്തവ്യം. അക്ഷന്തവ്യമായ തെറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ? അക്ഷന്തവ്യമായ തെറ്റെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അക്ഷന്തവ്യം. അറിയുവാനുള്ള ആഗ്രഹം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് അറിയുവാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം എന്താണ് എന്ന് ചോദിച്ചാൽ ജിജ്ഞാസ എന്നുള്ളതാണ് അറിയുവാനുള്ള ആഗ്രഹം. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അറിയുവാനുള്ള ആഗ്രഹം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഇവിടെ ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തത്. നേരത്തെ പറഞ്ഞത് മറന്നുപോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് ലവ്. എന്നുള്ളത് എന്തായിട്ട് മാറി? ആയിട്ട് മാറി. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. കവികളെ ഒരുമിച്ച് പറയുന്ന, എങ്ങനെയുള്ള കവികളെ? 3 കവികളെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സമസ്ത പദം ഏതെന്ന് ചോദിച്ചാൽ കവിത്രയം. അത് നമുക്ക് നമ്മുടെ ഈ സംസ്കൃത വാക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്നാണ് കവിത്രയം. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. ജൈത്രയാത്ര. ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈത്രയാത്ര. അതുപോലെ തന്നെയാണ് വ്യാകരണം അറിയുന്നവൻ. വൈയാകരണൻ. എന്നുള്ളത് ദീർഘിപ്പിച്ചു അവിടെ എന്താണ്? വൈയാകരണമായിട്ട് മാറും. ദശരഥന്റെ പുത്രൻ ദാശരഥി. ദശരഥന്റെ പുത്രൻ എന്തായിട്ട് മാറും? ദാശരഥി. വ്യഞ്ജനാക്ഷരം വന്നാൽ ദീർഘിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യഞ്ജനാക്ഷരം വന്ന് ദശരഥന്റെ പുത്രൻ എന്താണ്? ദാശരഥി. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ പിപഠിഷു. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ എന്താണ്? പിപഠിഷു.
എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയം. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജനീയം. അപ്പൊ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ക്ലാസ്സിന്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മലയാളത്തിലെ തന്നെ ഒറ്റപ്പദങ്ങളെ കണ്ടുപിടിക്കാം. അതാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞു തന്ന കുറച്ച് ടിപ്സ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, KS മെന്ററിലെ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിൻ്റെ റിസൾട്ടാണ്. കൂടുതൽ എത്ര റാങ്ക് ഹോൾഡേഴ്സ് വന്നു, ഓരോ എക്സാമിനും എത്രയാണ് എന്നുള്ളത് നമ്മുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പഠിച്ചു പോയ കുട്ടികൾ റാങ്ക് ലിസ്റ്റ് കയറിയവരുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് KS മെന്ററുമായിട്ട് ജോയിൻ ചെയ്യാം. എത്രയും വേഗം ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇന്ന് പറഞ്ഞു തന്ന ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബായ്. താങ്ക് യു.